ഹലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സർ. ഓക്കെ, ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ആദ്യം. പറഞ്ഞു. നമ്മള് ഇത് ഈസ്റ്റ് ഫേസിംഗ് ആണ് കേട്ടോ വീട്. ഓക്കെ, ഞാനതൊന്ന് പ്ലാൻ ഈസി ആയിട്ട് കാണാൻ വേണ്ടി റൊട്ടേറ്റ് ചെയ്തതാ. ഓക്കെ, അല്ല കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവര് പൊതുവെ വാസ്തുവില് കുറച്ചൊരു കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഈ ബെഡ്, ഈ ക്ലോസറ്റ്സ് ഒക്കെ ഈ വാസ്തുവിന്റെ ആ ഒരു കൺസെപ്റ്റൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം അത് പ്ലേസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സിറ്റ് ഔട്ടിന്റെ ഇങ്ങോട്ട് വരുന്ന ഫ്ലോറുണ്ട്. പിന്നെ ലിവിങ്, ഫാമിലി ലിവിങ് വരും. ഇവിടെ ഡൈനിങ്, ഇവിടെ കിച്ചൺ, സ്റ്റോർ റൂം, പിന്നെ വർക്ക് ഏരിയ, ഇവിടെ 2 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, ഇവിടെ സ്റ്റെയർ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഉള്ള ഇത്. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത്, ഇതൊരു പ്രീമിയം വർക്കാണോ അതോ ഒരു മീഡിയം ബഡ്ജറ്റിലാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഒരു പ്രീമിയം ഇതിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, പ്രീമിയം എന്ന് വെക്കുമ്പോൾ സീലിംഗ് ലൈറ്റ്സ്, ഹാങ് ലൈറ്റ്സ്, വാൾ ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? അത് ഒരു ലിമിറ്റ് വരെ കേട്ടോ. കാര്യം എന്താണെന്നറിയാമോ, അവർക്ക് മെയിൻലി അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബെഡ്റൂംസും ബാത്റൂംസും പിന്നെ ഈ ഡൈനിങ് റൂംസിൽ ഒരു മിനിമം ഇന്റീരിയേഴ്സ് എന്നുള്ളതാണ് എന്നോട് പറഞ്ഞതേ. എന്നാലും നമുക്കൊരു പ്രപ്പോസൽ ആദ്യം നോക്കാം, എന്നിട്ട് അതനുസരിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ അങ്ങനെ നോക്കാം. ഹലോ ഹലോ, ഓക്കെ സർ. ഓക്കെ, അപ്പോ സർ പ്രപ്പോസൽ കസ്റ്റമർക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല. ആദ്യം നമ്മൾക്കൊരു ഐഡിയ എത്തിയിട്ട് അവര് ഇതിനൊക്കെ ഒരു സൂം മീറ്റിംഗ് അവരുമായിട്ട് നമുക്ക് നടത്തിയിട്ട് ഫൈനൽ ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. ഫസ്റ്റ് സിറ്റ് ഔട്ട്, അതിനുശേഷം ഫോയറിന് എന്തെങ്കിലും അവർ സ്പെഷ്യൽ സജഷൻസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന രീതിയിൽ വേണമെന്ന്? അതിന്റെ ഞാനൊരു ഇത് കൊടുത്തേക്കുന്നുണ്ടോ, ഒരു പാർട്ടീഷൻ വുഡൻ, ഒരു കുറച്ച് ഒരു സ്ക്വയർ ബോക്സസ് കണ്ടോ, അതൊരു വുഡൻ പാർട്ടീഷൻ അവിടെ വേണമെന്നുള്ളതാണ്. ഒരു 2.4 മീറ്റർ കഴിഞ്ഞാൽ ഒരു വുഡൻ പാർട്ടീഷൻ. അപ്പൊ ഈ ഫാമിലി ലിവിങ് ഇരിക്കുന്ന അവിടെ ആയിരിക്കും അവർക്ക് ഈ വുഡൻ പാർട്ടീഷനിൽ തന്നെ TV ഫ്രെയിം ഇതും സ്റ്റാൻഡും ഒക്കെ അവിടെ വേണമെന്നുള്ളതാണ് അവരൊരു ഐഡിയ. ഓക്കെ, അടുത്ത ലിവിങ്ങിലേക്ക് കിടക്കുമ്പോൾ എൽ ഷേപ്പ് ലിവിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് TV യൂണിറ്റ് എവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മൾ വരച്ചേക്കുന്നത് ബോദർ ചെയ്യണ്ട. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഐഡിയൽ കൺസെപ്റ്റ് ആണ് വേണ്ടത്. എൽ ഷേപ്പ് എന്നുള്ളത് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ പ്രപ്പോസലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് അവിടെ ഏറ്റവും അപ്റ്റ് ആയത് നമുക്ക് അവിടെ കൊണ്ടുവരാം. ഇപ്പൊ ഇവിടെ സെൻട്രൽ ടേബിൾ വരും. പിന്നെ ലിവിംഗ് സ്പേസ്, അതായത് TV യൂണിറ്റ് നമുക്ക് ഏറ്റവും അപ്റ്റ് ആയ രീതിയിൽ ഇവിടെ തന്നെ കൊണ്ടുവരാം. അല്ല, നമുക്ക് ക്ലയന്റുമായിട്ട് അപ്പൊ ഒരു മീറ്റിംഗ് കൂടെ ആവശ്യമുണ്ടോ? അല്ല, ആദ്യം നമ്മൾക്ക് ഒരു ഐഡിയ ആക്കിയ ശേഷം അപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, TV അവരെന്തെങ്കിലും സ്പെഷ്യൽ സജഷൻസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതോ നമ്മള് കൊടുക്കുന്ന അനുസരിച്ചാണോ? നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചാണ്. പിന്നെ അവർക്ക് ഈ ബെഡ്റൂമിലെ കബോർഡ്സ് ഇല്ലേ, അത് ജനലിന്റെ 2 സൈഡിലോട്ട് വരികയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ അവിടെ ബാക്കിയുള്ളിടത്ത് ഒരു സീറ്റിംഗ് ഒക്കെ വന്നാൽ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഈ ബെഡ്റൂമിൽ അവര് വിൻഡോ സീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടോ? ബെഡ്റൂമിന്റെ അതാണ് ഈ കബോർഡ്. ഞാനിപ്പോ വിൻഡോ പ്ലേസ് ചെയ്തേക്കുന്നത് നോക്കണ്ട, ഈ വിൻഡോ വെച്ചിട്ട് വിൻഡോയുടെ 2 സൈഡിലും കബോർഡ്സും പിന്നെ ആ വിൻഡോ വരുന്ന പോർഷനിൽ ഒരു സീറ്റിംഗും ഒക്കെ ആയിട്ട് വരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു റൂമിൽ. ഓക്കെ, വിൻഡോ സീറ്റിംഗ് നമുക്ക് ആപ്റ്റ് ആയിരിക്കും. റൂമിന്റെ ഇതിനനുസരിച്ച് വരും. നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഫോയർ ഇപ്പോഴത്തെ പല ഫോയർ ഉണ്ട്. കാരണം അറബിക് ഫോയർ, ഓരോരോ ഡിസൈൻസ് ഉണ്ട്. അപ്പൊ ക്ലയന്റ് ഏതാണ് ഉദ്ദേശിക്കുന്നത് അനുസരിച്ച് നമുക്ക് അത് അങ്ങനെ തന്നെ ചെയ്യാം. നമ്മളിൽ കുറച്ച് മറ്റേ റെഫറൻസ് ഒക്കെ ഉണ്ട്. എല്ലാം ലിവിങ്, ഫോയർ എല്ലാത്തിന്റെ റെഫറൻസ് ഉണ്ട്. അത് നമ്മളൊരു വെബ്സൈറ്റ് ആക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ സാറിന് ഷെയർ ചെയ്യാം. സാർ അതൊന്ന് ക്ലയന്റിനെയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് ഒരു ഫോയർ ക്ലിക്ക് ചെയ്തിട്ട് ഫോയറിന്റെ പല മോഡൽസ് കാണാൻ സാധിക്കും. ക്ലയന്റിന് പെട്ടെന്ന് അത് പിക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏതൊക്കെ മോഡലാണ്? അറബിക് മോഡല്, പിന്നെന്താ പറഞ്ഞേ? ഇപ്പോഴത്തെ അറബിക് മോഡൽ ഉണ്ട്. പിന്നെ
സിമ്പിൾ. ഇപ്പൊ ഏറ്റവും പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു ജസ്റ്റ് ഒരു നേരിയ പോലത്തെ ഒരു മോഡലുണ്ട്. അതായത് അറബിക് മോഡൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ വരും. ഇപ്പോഴത്തെ മോഡൽ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ വരുന്നത്. അതിന്റെ എല്ലാം ഫോട്ടോസും ഒക്കെ നമ്മുടെ സൈറ്റിൽ ഉണ്ടായിരിക്കും. ഞാൻ അത് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഓക്കെ. പിന്നെ ലിവിങ് തന്നെയാണെങ്കിൽ ലിവിങ് ഇപ്പോൾ സോഫകൾ തന്നെയാണ് എൽ ഷേപ്പ്, യു ഷേപ്പ്, കോർണർ വൈസ് സോഫ. പിന്നെ അതിന് ആപ്റ്റ് ആയതാണ് സെൻട്രൽ ടേബിള്. പിന്നെ ആ സോഫ പ്ലസ് സെൻട്രൽ ടേബിളിന്റെ കളറായിട്ട് തന്നെ നമുക്ക് മുകളിലെ ഹാങ്ങിങ് ലൈറ്റ്സ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ടി വി യൂണിറ്റ് തന്നെ റൊട്ടേഷൻ വൈസ് ടി വി യൂണിറ്റ്, അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ ഇതിൽ നമുക്ക് എവിടെയാണ് ഏറ്റവും ആപ്റ്റ് ആയ രീതിയിൽ ഫർണിച്ചേഴ്സ് വെക്കാൻ പറ്റുക എന്നത് നമുക്ക് സ്ട്രക്ചർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുക. അതായത് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ക്ലയന്റിനും കൂടെ കാണിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫർണിച്ചേഴ്സിന്റെ പൊസിഷൻ, വിൻഡോയുടെ പൊസിഷൻ എല്ലാം ക്ലയന്റിനും കൂടെ മനസ്സിലാകുക. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഇതാക്കി പോവാം. പിന്നെ ഇത് ഡൈനിങ്. ഓക്കെ, ഡൈനിങ് 6 സീറ്റ് ഡൈനിങ് ടേബിൾ, ഡൈനിങ് വാഷ് യൂണിറ്റ്. നമുക്ക് സ്ഥലം അനുസരിച്ച് വാഷ് യൂണിറ്റ്. ഞാൻ വാഷ് യൂണിറ്റ് ഉദ്ദേശിച്ചത് പുറത്തായിരുന്നു. ഇതിന്റെ എവിടെങ്കിലും കൊടുക്കാനായിരുന്നു. നമ്മുടെ വർക്ക് ഏരിയ കൊടുത്തേക്കുന്നുണ്ട്. അവിടെ ആയാലും ഞാൻ ഉദ്ദേശിച്ചത് ഇനി അതിലും ഐഡിയൽ ആയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. വാഷ് യൂണിറ്റ് നമുക്ക് അതിലേക്ക് കൊടുക്കാം. വാഷ് യൂണിറ്റ് ഇപ്പൊ പല ബേസും ഉണ്ട്. നോർമൽ വാഷ് യൂണിറ്റ് ഉണ്ട്, മിറർ വൈസ് വാഷിംഗ് യൂണിറ്റ് ഉണ്ട്. അത് നമ്മുടെ സൈറ്റിൽ തന്നെ നമുക്ക് ആക്റ്റീവ് ആയിരിക്കും. പിന്നെ ഡൈനിങ് നമുക്ക് ഒരുപാട് സ്പേസ് കാണുന്നുണ്ട്. നമ്മൾ ഇവിടെയും ചെറിയൊരു സോഫ സ്പേസ് ആഡ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ക്ലയന്റ് ഇല്ല, അവിടെ ശരിക്കും അവിടെ ഒരു മൂവ്മെന്റ് സ്പേസ് എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാല് അവിടെ ഒരു വലിയ സ്പേസ് ഫ്രീ ആയിട്ട് വരത്തില്ല നമുക്ക്. ആ ഒരു കുറച്ച് ഏരിയയിലെ ഫ്രീ സ്പേസ് കിട്ടും. ബാക്കി രണ്ടും ഒരു മൂവ്മെന്റ് സ്പേസ് ആണ്. 2 ബെഡ്റൂമിലേക്കും സ്റ്റെയറിലേക്കും പോകുന്ന ഒരു മൂവ്മെന്റ് ഏരിയ ആണ് അവിടെ ശരിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ കിച്ചണിലേക്ക് കിടക്കാം. കിച്ചൺ ഓപ്പൺ കിച്ചൺ അല്ലേ? ഓപ്പൺ കിച്ചൺ കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആഡ് ചെയ്യാലോ? ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആഡ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സ്ഥലത്തിന് സ്ട്രക്ചർ ചെയ്ത് നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ട് അതിൽ കൺജസ്റ്റഡ് ആവരുത്. അതുകൊണ്ട് ചോദിച്ചേ. കിച്ചൺ നമുക്ക് ഫുള്ള് കബോർഡ് വർക്ക് അല്ലേ? മോഡുലാർ കിച്ചൺ ചെയ്യാം നമുക്ക്. ഞാൻ ഈ കൊടുത്തേക്കുന്നൊന്നും ബോധർ ചെയ്യണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിട്ട് കൊടുത്തേ ഉള്ളൂ. എങ്കിൽ ഞാൻ കാര്യം കൂടെ പറയട്ടെ. ഞാൻ ആ സൈറ്റിന്റെ ലിങ്ക് സാറിന് ഷെയർ ചെയ്യാം. എന്നിട്ട് നമ്മളുടെ സ്ട്രക്ചർ വർക്കും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് സാറ് ക്ലയന്റുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് നടത്താം. അപ്പൊ ഫർണിച്ചേഴ്സിന്റെ പൊസിഷൻ എല്ലാം നമുക്ക് ക്ലിയർ ആയിരിക്കും. അപ്പൊ എല്ലാം ഇങ്ങനെ തൊട്ടല്ലാതെ എല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ഞാൻ സ്ട്രക്ചർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ രാവിലെ ഇൻഫോം ചെയ്യാം മീറ്റിംഗ് ടൈം. ആയിക്കോട്ടെ. നിങ്ങളുടെ പേരെന്താന്ന് പറയുമോ? ഡിസൈൻ ചെയ്യുന്ന ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഡിസൈൻ ചെയ്യുന്ന കുട്ടിക്ക് ഞാനൊരു ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. എന്നിട്ട് ആ കുട്ടിയുടെ പേരും കൂടി ഞാൻ പറയാം. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.